എടോ ഒറ്റ ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും പൈസ ഏത് ജോലിക്കാടോ കിട്ടുക? ഞാൻ നോക്കട്ടെ സാറേ, ഒരുത്തനുണ്ട്. ഓന് 2 പെഗ് കൊടുത്താലേ ഓൻ എന്തിനും റെഡിയാ. എടോ പെഗ്ഗൊന്നൊരു വിഷയമല്ലടോ. നീ ഇപ്പം തന്നെ അവൻ എൻ്റെ വീട്ടിലേക്ക് വിട്. ഞാനാണ് ഇവിടെ ഒരു കമ്പനിയിലാണ്ട് കണ്ടെന്ന് അടിച്ചുകൊണ്ട് നിൽക്കുക. അങ്ങനെയാണെങ്കിലേ ഞാനിപ്പം തന്നെ ഓനെ ഞങ്ങളെ വീട്ടിലേക്ക് വിടാം. എന്നാ ശരി എന്നാലേ. ഓക്കെ. സാറേ, ആരാ? ഞാൻ തോമസ് പറഞ്ഞിട്ട് വന്നതാ. തോമസ് പറഞ്ഞിട്ട് വന്നല്ലേ? വാ വാ വാ, ഇരിക്കി. എന്തായാലും രണ്ടടിച്ചിട്ട് കാര്യം പറയാം. നീ നാളെ ക്രിസ്മസ് അപ്പൂപ്പന്റെ വേഷം കെട്ടിയിട്ട് എൻ്റെ ഷോപ്പില്ലേ, എൻ്റെ ഷോപ്പിന്റെ മുമ്പിൽ വെച്ചിട്ട് ആടണം. അതിനെന്താ? വെറുതെ നിന്നാ പോരാ, ഡാൻസ് കളിച്ചങ്ങ് അർമാദിക്കണം. ഞാനല്ലേ ഓണത്തിന് ഓണത്തപ്പനായിട്ട് മാവേലിയായിട്ടെല്ലാം വേഷം കെട്ടല്ലേ. ഇനിയിപ്പോ ക്രിസ്മസ് അപ്പൂപ്പന് കൂടി ആയാൽ പൂർത്തിയായി. വെള്ളമില്ല. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ 9 മണിക്ക് തോമസ് പറഞ്ഞു നിൽക്കില്ല എൻ്റെ ഷോപ്പ്, അതെത്തിയാൽ മതി. 1500 രൂപയും എനിക്ക് വേണ്ട കള്ളും ഫുഡും എല്ലാം ഞാൻ തരും. സൂപ്പറാക്കണം നീ, ഓക്കെ അല്ലേ? പക്ഷെ അവിടുന്ന് കളിക്കേണ്ട ഒരു ഡാൻസ് ഞാൻ കാണിച്ചു തരാം. ഏത് സ്റ്റെപ്പ് ഡാൻസാണ് കളിക്കേണ്ടതെന്ന്. ചിലർക്ക് ഞാൻ ഇങ്ങനെ കളിക്കാം, അത് പറ്റൂല. അങ്ങനെയാണല്ലേ പറ്റൂല. സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഒരു മിനിറ്റ്. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ കളിക്കാം. അതിൽ വരുമ്പോഴാണ് ആളുകളുടെ ഒരു അട്രാക്ഷൻ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? ആളുകൾ വരുമ്പോൾ വെറുതെ ഒരു അപ്പൂപ്പൻ ഇങ്ങനെ ഡിങ്കിളിൻ്റെ അതല്ല, ആക്റ്റീവായ അപ്പൂപ്പനായിരിക്കണം. ഇതൊക്കെ കണ്ട സ്റ്റെപ്പ് എങ്ങനെയാന്ന് പറഞ്ഞത് സാറേ? ഇതൊരു വല്ലാത്ത സ്റ്റെപ്പായി പോയില്ലേ? ഞാനല്ല എൻ്റെ യങ് സമയത്ത് എങ്ങനെ കളിച്ചതാണെന്ന്. ഇങ്ങനെ 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 വരണം. ഇത് അതിങ്ങനെ ആക്കി. മതി മതി. ഡാൻസ് കളിക്കണം, വെറുതെ നിൽക്കരുത്. മനസ്സിലാണോ? തുള്ളി കളിക്കണം. വാ. പിന്നെ ഓരോന്നും അടിച്ച് കഴിഞ്ഞിട്ട് ഉഷാറാക്കാം. എനിക്ക് മതിയോ? കുറച്ച് ചോദിക്കാം. പക്ഷെ അടിച്ച് ഫിറ്റായതുണ്ടോ? അവിടുന്ന് ഡിസൻ്റായിട്ട് കളിക്കണം. വെള്ളം വേണോ? വെള്ളം വേണ്ട, വെള്ളം വേണ്ട. എനിക്ക് വേണ്ട. എന്നാലേ അടിച്ചോ. എന്നാ പിന്നെ ശരി എന്നാ പോയിക്കോ. എന്തേ സ്മോളോ കൂടി? സ്മോളോ? ഇത് നീ എടുത്തു വന്നാലേ കേട്ടോ. പോയിക്കോളൂ. നാളെ രാവിലെ കറക്റ്റ് 9 മണി. ഞാൻ വിളിക്കും. നമ്പർ എനിക്ക് തോമസ് തന്നിട്ടുണ്ട്. ഓക്കെ, രാവിലെ ഞാൻ കറക്റ്റ് വിളിക്കും, കറക്റ്റ് എത്തണം. ഓക്കെ, ഞാൻ 8:30 ആവും മാടുണ്ടാവും. ഓക്കെ ഓക്കെ ചേട്ടാ. ഓക്കെ സാർ. ആ തേണ്ടി ഫോൺ എടുക്കുന്നില്ലല്ലോ. മര്യാദക്ക് അടക്കി വെക്കടാ. ഇത് ക്രിസ്മസ് ആയിരുന്നു, ഒരുപാട് ആളുകൾ കയറുന്ന സമയമായിരുന്നു. ഞാൻ ഇന്നലെ ഇങ്ങനെ തന്നെയാ മടക്കി വെച്ച സാറേ. ഇന്നലെ മടക്കി വെച്ച പോലെ അല്ല ഇന്ന് ക്രിസ്മസ്. എല്ലാ ദിവസവും ഉണ്ട് ഇയാൾ ഒരു കൊണ 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 എപ്പം നോക്കിയാൽ ഇത്. ഇന്റെ വക്ക് പൊട്ടി കളി ഇന്നെങ്കിലും ഇനി ഒഴിവാക്ക്. രഞ്ജിത്തെ, അപ്പൂപ്പൻ ഇതുവരെ വന്നിട്ടില്ല. ഒരു ചങ്ങാനി ഇന്നലെ സെറ്റാക്കി വെച്ചതാ. അവൻ എന്നെ പറ്റിച്ചാൻ തോന്നുന്നു. ഫോൺ സ്വിച്ച് ഓഫ് അവൻ്റെ. ഞാൻ പോയിട്ട് വേറൊരു അപ്പൂപ്പനെ സംഘടിപ്പിച്ച് വരാം. ഇതിന്ന് തീരുവോ? ഇതെപ്പോൾ തുടങ്ങിയതാ? ഇവർ എത്ര കാലമായിട്ട് പണി പഠിച്ചില്ല. രഞ്ജിത്തെ, ഒന്ന് മര്യാദ ചെയ്യിക്കും ഇവനെ കൊണ്ട്. എന്ത് നോക്കാന്ന്? എന്നാ ശരി, കാര്യങ്ങളൊന്നും നോക്കണം കേട്ടാ. മുതലാളി കണക്കാ, മാനേജറും കണക്കാ. ഒരു മനുഷ്യൻ പറ്റില്ലാത്ത ജാതികൾ തന്നെ. വേറെ ഏതെങ്കിലും ഒരു പണിയും നോക്കി വേഗം പോകണം. എനിക്ക് ഏടെ പണി കിട്ടാനാ? ഇത് ഞാനായിട്ട് എന്നെ സഹിച്ചു പോകുന്നതന്നെ. സുമേഷ് മുതലാളി ഇപ്പം എന്നെ കണ്ടാൽ തല്ലിക്കൊല്ലു. രാവിലെ എന്തായാലും മൂപ്പറഞ്ഞ് വിളിച്ചിട്ടുണ്ടാവും. ഫോണാണെ സ്വിച്ച് ഓഫ് ആയി പോയി. ഇന്നിപ്പം ക്രിസ്മസ് ആയിട്ട് 2 അടിക്കാൻ പറ്റിയില്ലേ? എന്തിനു കൊള്ളു? വല്ല വകുപ്പുണ്ടോ നോക്കാം. സുമേഷ് മുതലാളി കള്ള. ഞാൻ വരാണ്ടായപ്പോ അപ്പം തന്നെ വേറെ ആളെ സെറ്റ് ചെയ്ത് കഴിഞ്ഞല്ല. അല്ല ഭായി, സുമേഷ് മുതലാളി എനിക്ക് എത്ര തരാന്നാ പറഞ്ഞേ? എനിക്ക് 2500 ഉറുപ്പിയും ആവശ്യത്തിന് മദ്യവും തരാന്നാ പറഞ്ഞേ. ഏയ് ഭായ്, എനിക്ക് എത്ര തരാന്നാ പറഞ്ഞേ? എന്നാ നിങ്ങളൊന്നും മിണ്ടാത്തെ? 2500 ഉറുപ്പിക? 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 2500 ഉറുപ്പിക
സുമേഷ് മുതലാളി ആൾ അറുപ്പിച്ചിക്കണ, അതുകൊണ്ട് പറയുന്നതാ. പൈസയെല്ലാം ചോദിച്ച് വാങ്ങിച്ചോണം കേട്ടാ. അല്ല, നമ്മുടെ സുമേഷ് മുതലാളി എടുപ്പി അയാൾ രാവിലെ ക്രിസ്മസ് അപ്പൂപ്പനെ തപ്പിയിട്ട് പോയതാ, ഇതുവരെക്കും വന്നിട്ടില്ല. ആരേലോ ഞാൻ നമ്മളെ സുമേഷ് ഏട്ടൻ പറഞ്ഞിട്ട് രാവിലെ ക്രിസ്മസ് അപ്പൂപ്പനാവാൻ വേണ്ടി വരാന്ന് പറഞ്ഞ ആളാ. ഓ ഇങ്ങനെയോ വിദ്വേ, ഇവിടെ രാവിലാന്ന് പറഞ്ഞ വൈകുന്നേരമായി എഴുന്നള്ളുക. നീ അല്ലെങ്കിൽ നിന്നെ പോലത്തെ 10,000 ആൾക്കാരെ കൊണ്ടുവരാൻ എന്റെ മുതലാളിക്കറിയാം. നീ എന്തെന്നാ എന്റെ മുതലാളിനെ പറ്റി വിചാരിച്ചേ? അതല്ലേ ഞാനിങ്ങനെ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്. എടാ വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. എന്റെ മുതലാളി ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടല്ലേ, അത് നടത്താൻ വേണ്ടി ഏതറ്റം വരെ മൂപ്പര് പോകും. അതാണ് ഞങ്ങളെ മുതലാളി. ബോസേ 3 വയസ്സിന്റെ ഒരു ആൺകുട്ടീൻ്റെ ഡ്രസ്സ് ആണല്ലോ. 3 വയസ്സുള്ള ആൺകുട്ടിയല്ലേ? ഇതാ ഇത് കറക്റ്റ് ആയിരിക്കും. ഇത് ഞാനിപ്പം പൊടിമുട്ടി വെച്ചതാ. ഇതേതാ നിങ്ങളെടുത്ത്? ഇത് പെൺകുട്ടീൻ്റെ അല്ലേ? എനിക്ക് ആൺകുട്ടീൻ്റെ അല്ലേ വേണ്ടത്? ഓ ഇത് പെൺകുട്ടീൻ്റെ അല്ലേ? ഓ ശരി, നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ അറിവാ. Merry Christmas! Ho, 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 ho. കാലിൻ്റെ കറക്റ്റ് പൊസിഷൻ നോക്കിയോ. കാലിൽ ഓക്കെ. ഇത് ഈസിയാണ്. ആ അത് തന്നെ അത് തന്നെ അതേ സ്റ്റെപ്പ്. ഓക്കെ ഓക്കെ കറക്റ്റ്. അതുപോലെ കളിക്കുന്നത്. സുമേഷ് മുതലാളി നിങ്ങൾ ഇന്നല്ലേ തരൂല. നോക്ക് നോക്ക്. തല ഇല്ല ഇല്ല, മാറി എന്റെ കണ്ണും കുടിച്ചിട്ട് എന്റെ സ്റ്റാഫുകളുടെ മുമ്പിൽ ഇച്ചിരി നാണം കെടുക്കുന്ന തല. ഇല്ല ഇല്ല, തരൂല. എടുക്കണ തല. ഇന്റെ ഒരു തല.